സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളുടെ മുമ്പാകെ നല്ലവനായ യേശുവപ്പൻ്റെ സാക്ഷിയായി ഈ നിസ്സാരനായ അടിയന് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ നല്ല സമയം ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നിങ്ങൾ ഇത്രയും പേര് വളരെ സന്തോഷത്തോടും ആർത്തിയോടും കൂടി ദൈവവചനം കേൾക്കുവാൻ കടന്നു വന്നതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനേക തിരക്കുകളും ബദ്ധപ്പാടുകളും എല്ലാം ഉണ്ടായിട്ടും ഒരു അവധി ദിവസം കിട്ടുമ്പോൾ മറ്റനേക കാര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ള ആഗ്രഹത്തോടും സന്തോഷത്തോടെ നിങ്ങൾ കടന്നു വന്നതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കാം. നാം ആത്മാവിൽ ദൈവത്തെ പാടി ആരാധിക്കുകയായിരുന്നു. ജീവൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഹൃദയം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ദൈവത്തിന് സ്തോത്രം. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നത്. മനുഷ്യരാരും ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവരുടെ ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പ്രയോജനം കിട്ടുകയില്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ജീവനുള്ള കർത്താവ് സ്വർഗത്തിൽ നിന്ന് വാഴ്ത്തി നുറുക്കി നമുക്ക് അനുഗ്രഹിച്ച് വിളമ്പി തരുമ്പോൾ അതെല്ലാം നാം ആർത്തിയോടെ പെറുക്കിയെടുത്താൽ സ്വർഗത്തിലെ ദൈവം നമുക്കിന്ന് സമാധാനത്തോടെ മടങ്ങിപ്പോകാൻ ഒരു കൃപ തരും. ദൈവത്തിന് സ്തോത്രം. അതല്ലേ നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ നാം കേട്ടല്ലോ, സാക്ഷ്യം കേട്ടല്ലോ. കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിനെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട പിതാവ് പെട്ടെന്നാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. സ്തോത്രം. എത്ര നിസ്സാരമാണ് മനുഷ്യൻ്റെ ജീവിതം, എത്ര ക്ഷണികമാണ്. സ്തോത്രം. എല്ലാം കർത്താവ് തരുന്ന കൃപയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നാം ആയുസ്സോടെ ഇരിക്കുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു, സമാധാനത്തോടെ നിൽക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപ. ഈ കൃപ മാറിപ്പോയാൽ, ഈ കരുണ നീങ്ങിപ്പോയാൽ പ്രിയപ്പെട്ടവരെ എല്ലാം വ്യർത്ഥമായി പോകും. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ ജീവനുള്ള ദൈവമാണ് എന്നെ നടത്തുന്നത് എന്നുള്ള ബോധ്യത്തോടെ, ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നാം വന്നിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കും, നമ്മെ രൂപാന്തരപ്പെടുത്തും. ഒരു നിഷ്കളങ്കമായ ഹൃദയം, നിർമ്മലമായ ആഗ്രഹം. സ്തോത്രം. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഒരു കൊച്ചു കഥ. ഒരു വലിയ പട്ടണം, ഇതുപോലെ കണ്ണൂർ നഗരം പോലൊരു വലിയ പട്ടണം, നല്ല തിരക്കുള്ള സമയം. ആ പട്ടണത്തിൽ പ്രശസ്തമായ ഒരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയോട് ചേർന്ന് ധാരാളം മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. എല്ലായിടത്തും നല്ല തിരക്കാണ്. ആ തിരക്കുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക് ഒരു കൊച്ചുകുട്ടി, ഏകദേശം ഒരു 7 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി, ഒരു പ്രാകൃതമായ രൂപത്തോടെ, മുടിയൊന്നും ചെയ്യാതെ അലസമായി, എന്നാൽ എന്തോ പരിഭ്രമത്തോടു കൂടി കടന്നു വരികയാണ്. ആ മെഡിക്കൽ സ്റ്റോറിൽ മരുന്നെടുത്ത് കൊടുക്കുന്ന ആളോട് ആ കുട്ടി ചോദിച്ചു, ഒരു 100 രൂപ നോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചോദിച്ചത്, എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, ഇവിടെ ദൈവത്തെ കിട്ടുമോ എന്ന് ചോദിച്ചു. സ്തോത്രം. ആ കടക്കാരൻ പറഞ്ഞു, പെട്ടെന്ന് അദ്ദേഹം അമ്പരന്ന് പോയി, എന്താണ് ഈ കുട്ടി ചോദിക്കുന്നതെന്ന്. തിരക്കുള്ളതുകൊണ്ട് കൂടുതലൊന്നും ചോദിച്ചില്ല. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ ആ കുട്ടിയെ പറഞ്ഞയച്ചു. നിരാശയോടെ ആ കുട്ടി അടുത്ത മെഡിക്കൽ സ്റ്റോറിലേക്ക് കയറി. അവിടെയും ഇതേ ചോദ്യം ആവർത്തിച്ചു. അവരും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞയച്ചു. ഏകദേശം ആ പ്രദേശത്തുള്ള മിക്കവാറും മെഡിക്കൽ സ്റ്റോർ ഈ കുട്ടി കടന്നു കയറി. അവസാനം ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നു. അവിടെ ഈ മരുന്നെടുത്ത് കൊടുക്കുന്ന ഫാർമസിസ്റ്റിനോട് ചോദിച്ചു, ഈ 100 രൂപ നോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, എനിക്ക് ഇവിടെ ദൈവത്തെ കിട്ടുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം അത്ഭുതത്തോടെയാണ് കേട്ടത്. എങ്കിൽ ഈ കുട്ടിയുടെ ആ പരിഭ്രമമെല്ലാം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അവിടെ സാറിരിപ്പുണ്ട്, അവിടെ ചെന്ന് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഈ കുട്ടി അകത്ത് കയറി. ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ ഉടമസ്ഥൻ അകത്തുണ്ടായിരുന്നു. ഈ കുട്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നു. അദ്ദേഹം ചോദിച്ചു, മോനെ വാ, എന്താ കാര്യം? ഈ കുട്ടി നല്ല സമാധാനത്തോടെ, അദ്ദേഹം ഒരാളെങ്കിലും എന്നെ അടുത്ത് വിളിച്ചല്ലോ, സ്നേഹത്തോടെ വിളിച്ചല്ലോ. ആ കുട്ടി ആഗ്രഹത്തോടെ ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ചെന്നു. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് വന്നത്, എന്താ നിൻ്റെ കാര്യം? അപ്പോൾ ഈ കുട്ടി വീണ്ടും ഈ 100 രൂപ നോട്ട് ഉയർത്തിയിട്ട് പറഞ്ഞു, സാറേ, എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, എനിക്ക് ദൈവത്തെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചോദിച്ചു, എന്താ കാര്യം, എന്താ പ്രശ്നം? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എൻ്റെ അങ്കിൾ ഈ ആശുപത്രിയിൽ ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ്, വിളിച്ചിട്ട് മിണ്ടുന്നില്ല, എത്ര വിളിച്ചിട്ടും അങ്കിൾ വിളി കേൾക്കുന്നില്ല, എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ അപ്പയും അമ്മയും നേരത്തെ മരിച്ചുപോയി,
എന്നെ ഇപ്പോൾ വളർത്തിക്കൊണ്ട് വരുന്നത് ഈ അങ്കിളാണ്. എനിക്കിപ്പോൾ അങ്കിൾ മാത്രമേ ഉള്ളൂ. അങ്കിളിനെ ഞാൻ എന്തുമാത്രം വിളിച്ചിട്ട് അങ്കിൾ വിളി കേൾക്കുന്നില്ല. അപ്പോൾ ആ ഡോക്ടർ പറയുന്നത് കേട്ടു, ഈ അങ്കിളിനെ രക്ഷിക്കാൻ, മോനെ നിൻ്റെ അങ്കിളിനെ രക്ഷിക്കാൻ ഇനി ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന്. അപ്പോൾ ഈ കുട്ടി വിചാരിച്ചു, ഈ ദൈവം എന്ന് പറയുന്നത് എന്തോ മരുന്നാണ്, വില കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന എന്തോ മരുന്നാണ്. കാരണം ആശുപത്രിയിൽ ഡോക്ടർ പറയുന്നത് എപ്പോഴും മരുന്നിനെക്കുറിച്ചാണല്ലോ. അത് വിശ്വസിച്ച് കുട്ടി തൻ്റെ കയ്യിലുള്ള 100 രൂപയുമായിട്ട് ഇറങ്ങിയതാണ്. ഈ കേട്ടതായ ആ മെഡിക്കൽ സ്റ്റോർ ഉടമസ്ഥൻ കുട്ടിയോട് പറഞ്ഞു, മോനെ പ്രയാസപ്പെടണ്ട, ഇവിടെ ദൈവത്തെ കിട്ടും, നിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 100 രൂപ വാങ്ങിച്ചു. ഒരു ചെറിയ കുപ്പിയിൽ അല്പം തേൻ കൊടുത്ത് ഈ കുട്ടിയെ പറഞ്ഞയച്ചു. ഇത് കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കുട്ടി സമാധാനത്തോടെ, നല്ല വിശ്വാസത്തോടെ, എൻ്റെ അങ്കിൾ രക്ഷപ്പെടുമെന്നുള്ള ആഗ്രഹത്തോടെ, ദൈവത്തെ കിട്ടിയെന്നുള്ള പ്രതീക്ഷയോടെ ഹോസ്പിറ്റലിലേക്ക് പോയി. കുട്ടി പോയ ഉടനെ തന്നെ ഈ സാറ്, അദ്ദേഹം ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലുള്ളതാണ്, അവിടെ ഏറ്റവും നല്ല ഉയർന്ന പദവിയിലുള്ള ആളാണ്. അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു, ഈ വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചു. അദ്ദേഹത്തിന് വേണ്ടതായ ചികിത്സ നടത്തുവാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും എത്രയും വേഗത്തിൽ ചെയ്യാനുള്ള ഏർപ്പാടെല്ലാം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ചുരുക്കം ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം അദ്ദേഹം അറിയുന്നത്. അദ്ദേഹം ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് ഈ മെഡിക്കൽ സ്റ്റോറിലേക്ക് വന്നു. അവിടെ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ആ മെഡിക്കൽ സ്റ്റോറിൽ ഈ കുട്ടിയെ ആദ്യം പറഞ്ഞയച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നിട്ട്, ഈ കുട്ടിയോട് കൂടെ ചേർന്ന് വന്നിട്ട് അദ്ദേഹം ആ ഉടമസ്ഥനോട് പറഞ്ഞു, സാറേ നന്ദിയുണ്ട്, സാറന്ന് അങ്ങനെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഇവിടെ വന്നു നിൽക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് പ്രത്യേകിച്ച് നന്ദിയൊന്നും പറയണ്ട, ഞാനല്ല ഒന്ന് ചെയ്തത്, നിങ്ങളുടെ കൂടെയുള്ള ഈ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ഒരു ചോദ്യവും അവൻ്റെ ഒരു വിശ്വാസവുമാണ് നിങ്ങൾക്ക് ദൈവത്തെ കിട്ടാൻ കാരണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു നിഷ്കളങ്കമായ ഒരു വിശ്വാസം, ഒരു ഹൃദയത്തിൽ ഒരാഗ്രഹം. എൻ്റെ കർത്താവ്, ഇന്ന് 6 മണിക്ക് ഞാൻ ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഈ ഹോളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പായി ജീവനുള്ള കർത്താവിനെയും കൊണ്ട് മടങ്ങിപ്പോകുവാൻ ഒരു കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞല്ലോ, കർത്താവിനെ നമ്മൾ തേടിയതല്ല, കർത്താവ് നമ്മളെ തേടി വന്നതാണ്. സ്തോത്രം. ഇന്ന് ഈ പട്ടണത്തിൻ്റെ മധ്യത്തിൽ ഈ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും തേടി സ്വർഗത്തിൻ്റെ ദൈവം വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കൂ, ആഗ്രഹത്തോടെ ഇരിക്കൂ. നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സമാധാനം തരുന്ന കർത്താവ് വന്നിട്ടുണ്ട്. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ജീവനുള്ള ദൈവം നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കും. ആ രക്തസ്രാവക്കാരി സ്ത്രീ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു പോയായിരുന്നു. സ്തോത്രം. 10-12 വർഷം ചികിത്സ നടത്തി ഈ ലോകത്തിലെ എല്ലാ വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടും ഒരു ഭേദവും വരാതെ, ഒരു സുഖവും വരാതെ, കയ്യിലുള്ള പണം നഷ്ടപ്പെട്ടു, അപമാനമേറ്റു, ആരും മാനിക്കാതെയായി, പുറത്തിറങ്ങാൻ പറ്റാതെയായി, എല്ലാ നിലയിലും നിൽക്കക്കള്ളിയില്ലാതെ ഏറ്റവും പരവശിയായ ഒരു സ്ത്രീയായിരുന്നു അവൾ. സ്തോത്രം. എന്നാൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് യേശുവിൻ്റെ വർത്തമാനം ആ സ്ത്രീ കേട്ടത്. സ്തോത്രം. അത് ഭാഗ്യമായി പോയി പ്രിയപ്പെട്ടവരെ. ആ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ദൈവത്തിന് സ്തോത്രം. ഒരു വിശ്വാസമുള്ളത്തിലേക്ക് വന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് എങ്ങനെയെങ്കിലും എത്താൻ എൻ്റെ ഈ അസുഖം മാറിക്കിട്ടും, എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടും, എൻ്റെ സ്വഭാവം മാറും. സ്തോത്രം. നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഇവിടെ സാക്ഷ്യങ്ങൾ കേട്ടു, അവരുടെയൊക്കെ ജീവിതത്തിൽ രൂപാന്തരം കൊടുത്തൊരു ദൈവം, മാറ്റം കൊടുത്ത ദൈവം, അത്ഭുതം പ്രവർത്തിച്ച ദൈവം, ഇന്ന് ആ ദൈവം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സ്വഭാവം മാറ്റിത്തരാൻ ശക്തനാണോ? നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ വരുമായിരിക്കും. സ്തോത്രം. നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കുക പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവർത്തിക്കും. ഇവിടെ സാക്ഷ്യം പറഞ്ഞവരെയും ഇതിനു മുമ്പ് നമ്മൾ കേട്ട സാക്ഷ്യങ്ങളും എല്ലാം ജീവനുള്ള ദൈവം കൊടുത്തതായ രൂപാന്തരമാണ്. ദൈവം പ്രവർത്തിച്ചതാണ്. ആ ദൈവം ഇന്ന് ജീവിക്കുന്നു. ആ ദൈവസേനയിൽ ഒരു വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ഇന്ന് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നുള്ള ആഗ്രഹത്തോടെ നാം ചേർന്നിരിക്കുമ്പോൾ ഈ ദൈവം പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ. അതിന് പ്രത്യേകിച്ച് സഭയൊന്നും മാറണ്ടല്ലോ. നമുക്കറിയാമല്ലോ, ഈ നമ്മുടെ കൂട്ടായ്മ, ഈ കാൽവറി പ്രയർ ഫെലോഷിപ്പ് ഏതെങ്കിലും ഒരു സഭയുടെ ഒരു പോഷക സംഘടനയൊന്നുമല്ല. എല്ലാ സഭകളിലും പെട്ട, കത്തോലിക്ക സഭയിലും, യാക്കോബായ സഭയിലും, ഓർത്തഡോക്സ് സഭയിലും, മർത്തോമ സഭയിലും, ഇവാഞ്ചലിക്കൽ സഭയിലും, CSI സഭയിലും, എപ്പിസ്കോപ്പൽ സഭകളിൽപ്പെട്ട എല്ലാ ദൈവമക്കളും ഒരുമിച്ച് കൂടി ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന അനുഗ്രഹീതമായ ഒരു രംഗമാണ്. സ്തോത്രം. നിങ്ങൾ എത്ര പ്രാവശ്യം ഈ രംഗത്ത് വന്നാലും ഒരിക്കലും ഒരു സഭ മാറാൻ പറയുകയില്ല, ഒരു കക്ഷി മാറാൻ പറയുകയില്ല, ഒരു പള്ളി മാറാൻ പറയുകയില്ല, ഒരു പണം പിരിവ് ചോദിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആകെ ഒരു കാര്യം മാത്രം പ്രസംഗിക്കും. എന്താണ്? ദൈവത്തിന് സ്തോത്രം. എന്നൊരു കൂട്ടായ്മയുടെ ഒരു ആപ്തവാക്യമുണ്ട്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ
സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഓരോരുത്തർക്കും സ്വർഗരാജ്യത്തിലെത്തണം. ജീവനുള്ള ക്രിസ്തു വസിക്കുന്ന നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും കടന്നു ചെല്ലണം. നാം ആദ്യം പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ നിന്ന് എന്ന് മാറ്റപ്പെട്ടാലും കർത്താവായ യേശുവിൻ്റെ ആ സ്വർഗരാജ്യത്തിൽ നമുക്കെത്തണം. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അറിയാം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഒരു കാര്യത്തിലും നിങ്ങൾ വിഷമിക്കരുത്, പ്രയാസപ്പെടരുത്, ആകുലപ്പെടരുത്, ചഞ്ചലപ്പെടരുത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞിട്ടാണ് നമ്മുടെ കർത്താവ് പോയത്. ജീവനുള്ള കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യ സ്വർഗതീരത്ത് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരുവാൻ കർത്താവ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ ശുശ്രൂഷകളും കർത്താവ് നടത്തുന്നത്. ഓരോ പ്രദേശങ്ങളിലും ദൈവമക്കൾ ഒരുമിച്ച് കൂടിയിരുമ്പോൾ ജീവനുള്ള കർത്താവിന് ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പാട്ട് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സാക്ഷ്യങ്ങൾ പറയുമ്പോഴും വചനം പറയുമ്പോഴും എല്ലാം ആത്യന്തികമായ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ: ഈ ജീവനുള്ള ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് നാം ഓരോരുത്തരും അവകാശിയായി തീരുക. അതിന് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന അനേക ബന്ധനങ്ങളുണ്ട്, അനേക പാപ സ്വഭാവങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് ശാന്തമായി തിരിഞ്ഞു നോക്കിയാൽ ഈ ദൈവരാജ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതായ, ദൈവരാജ്യം നമുക്ക് കിട്ടാൻ തടസ്സമായി പിശാച് നമ്മളെ തടവിലാക്കിയിരിക്കുന്ന അനേക ബന്ധനങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം വിടുവിച്ച് ഈ നിത്യജീവൻ്റെ പാതയിലേക്ക് നമ്മെ നടത്തുവാനാണ് കർത്താവ് ഇതുപോലെയുള്ള ശുശ്രൂഷകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആമുഖമായി ഞാൻ വളരെ വിനയത്തോടെ എളിമയോടെ നിങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഞാൻ നല്ലതുപോലെ അറിയുന്നുണ്ട് ഇവിടെ എത്രയോ ശ്രേഷ്ഠരായ ദൈവമക്കളാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ മുമ്പാകെ ഈ ജീവനുള്ള വചനവുമായി നിൽക്കുവാൻ ഒരു യോഗ്യതയും ഉണ്ടായിട്ട് നിൽക്കുന്നല്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. എന്നാൽ ഞാൻ ആദ്യം ദേവദാസൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഓർക്കുകയായിരുന്നു, ഈ കണ്ണൂർ പട്ടണത്തിലെല്ലാം അതുപോലെ മദ്യപിച്ചും പുകവലിച്ചും അശുദ്ധിയുടെ മാർഗത്തിൽ കൂടിയെല്ലാം നടന്ന ആ ദൈവം ഇതേ സ്ഥലത്ത് ഈ ക്രിസ്തുവിൻ്റെ വചനവുമായി സാക്ഷിയായി നിർത്തിയ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിച്ചു. സ്തോത്രം. ഞാൻ അന്നേരം എൻ്റെ മനസ്സിലേക്ക് കടന്നുപോയൊരു കാര്യം, ഞാൻ എൻ്റെ യൗവനപ്രായത്തിൽ ഞാൻ ഈ വചനത്തിൻ്റെ രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ പള്ളിയോടും പള്ളിയുടെ പ്രസ്ഥാനങ്ങളോടും എല്ലാം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആ സമയത്ത്, സ്തോത്രം, എനിക്ക് ഈ സിനിമാ ഭ്രാന്തനായിരുന്നു ഞാൻ. ഒരു ദിവസം മിനിമം ഒരു 4 സിനിമയെങ്കിലും ഈ റിലീസ് ദിവസങ്ങളിലെല്ലാം എറണാകുളത്തെല്ലാം പോയി കാണും. അങ്ങനെ കണ്ട് മതി വരാതെ ഇനി ഇവിടെ നിന്നൊന്ന് കണ്ടാൽ പോരാം, വേറെ എവിടെയെങ്കിലും പോയി കുറച്ച് ദിവസം താമസിച്ച് ഈ സിനിമയും സിഗരറ്റും എല്ലാം ആസ്വദിച്ച് ഇങ്ങനെ നടക്കണം. അന്നത്തെ കാലത്ത് അതായിരുന്നു അന്ന് ലക്ഷ്യം. അതിനൊരു വഴി എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടി ഇങ്ങനെ ആലോചിച്ചപ്പോൾ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കോയമ്പത്തൂർക്ക് പോകാം, അതിനുള്ളൊരു ക്രമീകരണം ചെയ്യണം. അപ്പോൾ കോയമ്പത്തൂർക്ക് എങ്ങനെ പോകും? ഞങ്ങൾ കണ്ടിട്ടില്ല ആ സമയത്ത് ആ കോയമ്പത്തൂരൊന്നും. അപ്പോൾ ഞാൻ തന്നെ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടുകാർ ഒരുമിച്ച് കൂടി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വീടുകളിലേക്ക് നമുക്ക് തന്നെ ഒരു ലെറ്റർ അത് അയക്കാം. അത് കോയമ്പത്തൂരുള്ള ഏതെങ്കിലും ഒരു എയർഫോഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് വെച്ച് നമുക്ക് അവരുടെ ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ വിളിച്ചതായിട്ട്, 2 ദിവസം ഇൻ്റർവ്യൂവിന് വിളിച്ചതായിട്ട് ഒരു പേപ്പറെല്ലാം എഴുതി ഉണ്ടാക്കി നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് തന്നെ പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു 5 പേരുണ്ടായിരുന്നു. 5 പേരുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ തന്നെ സ്വന്തമായി ഒരു അന്നത്തെ ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് അതെല്ലാം ടൈപ്പ് ചെയ്ത് ഈ കോയമ്പത്തൂർ ഒരു അഡ്രസ്സും വെച്ച് ഞങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തു. വീട്ടിലേക്ക് ഇത് കിട്ടി, മാതാപിതാക്കന്മാരെല്ലാം നോക്കി. അപ്പോൾ ഇവർക്ക് എന്തോ ഒരു ട്രെയിനിങ് കിട്ടാൻ പോവുകയാണ്, അവരും അത്രേ ചിന്തിച്ചോളൂന്ന്. ഞങ്ങൾ അങ്ങനെ ആ 5 പേര് ഒരുമിച്ച് കൂടി കോയമ്പത്തൂർ പട്ടണത്തിൽ ചെന്നിറങ്ങിയതും അവിടെ 2-3 ദിവസങ്ങൾ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ച്, പ്രിയപ്പെട്ടവരെ, അന്ന് പുകവലിക്കാനും മദ്യപിക്കാനും വേണ്ടി മാത്രമാണ് വന്നത്. അങ്ങനെ എല്ലാം സിനിമ കണ്ടും എല്ലാം നടന്നതായ ഒരു കാര്യം ഞാൻ ആ പ്രിയ സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഓർത്തു പോവുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർക്കുവാൻ നമ്മളെ പിശാച് കെട്ടിയിട്ടിരുന്ന അനേക രംഗങ്ങൾ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം, ആ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മെ എത്തിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കും. അത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല പ്രിയപ്പെട്ടവരെ. ചിലപ്പോൾ ഇതുപോലൊരു വചന ശുശ്രൂഷയിൽ നാം വന്നിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മോട് സംസാരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചനം നാം ഒരു പുസ്തകം വായിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടി കേൾക്കുമ്പോഴായിരിക്കും. ഏതെങ്കിലും സമയത്തെല്ലാം ഈ കർത്താവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നാം കൂടി വരുന്ന ഓരോ രംഗത്തും നടക്കുന്നത്. ഇന്നും അത് നടക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കാം. നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം
അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് ആദ്യമായിട്ടൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 3-ാമത്തെ വാക്യം. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ആവശ്യമുള്ളവർ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേർത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം അത് ഇരുവായത്തിലുള്ള വാളാണ്. ദൈവത്തിന് സ്തോത്രം. അത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഒരുപോലെ മുറിവേൽക്കും. സ്തോത്രം. അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ദൈവത്തിന് സ്തോത്രം. ഏത് കഠിന ഹൃദയനെയും അത് തകർക്കുന്ന ഒരു വചനമാണ് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. അത് കണ്ണാടിയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം കാണുന്ന പോലെ നമുക്കും കാണുവാൻ കൃപ തരുന്ന ഒരു അത്ഭുത രംഗമാണ് ഈ വചന ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാനും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് ജീവനുള്ള ദൈവം നമ്മളെല്ലാവരെയും ഒരുപോലെ രൂപാന്തരത്തിലേക്കും സമർപ്പണത്തിലേക്കും പുതിയ തീരുമാനങ്ങളിലേക്കും അനുഗ്രഹത്തിൻ്റെ പാതയിലേക്കും നടത്തണമേ എന്ന് ഞാനും കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്കുകൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണ നിറഞ്ഞ കർത്താവേ, ജീവനുള്ള യേശുവേ, ഈ തിരുവചനത്തിന് മുമ്പാകെ ഞങ്ങളെ കൂട്ടിവരുത്തിയതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അപ്പാ, ഞങ്ങൾ ഇന്ന് ആരെല്ലാമാണ് ഇവിടെ കടന്നു വന്നതെന്ന് നീ കാണുന്നുണ്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, വേദനകൾ, ആകുലങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ എല്ലാം അറിയുന്ന ജീവനുള്ള യേശുവേ, അപ്പോൾ അവിടെ നിന്ന് മനസ്സലിഞ്ഞ് കരുണ തോന്നി കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവേ അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ വചനം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നിസാര മനുഷ്യനെ അവിടുത്തെ ക്രൂശിന്റെ മറയിൽ മറച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ അവിടുന്ന് കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല കർത്താവേ. ഇന്ന് ഞങ്ങളോട് മനസ്സലിഞ്ഞ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സമാധാനം പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നെടുവീർപ്പുകൾ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആകുല ചിന്തകൾ മാറ്റിത്തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉത്കണ്ഠകളും ഞങ്ങളുടെ ഭാരങ്ങളും കർത്താവ് നീക്കിത്തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മധ്യത്തിൽ പൊഴിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാം ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. നമുക്ക് ചേർന്ന് പാടാം. തഞ്ചനത്തെ കണ്ടന്നേശു പുഞ്ചിരി തൂകിടുന്നു, തഞ്ചനത്തെ കണ്ടന്നേശു പുഞ്ചിരി തൂകിടുന്നു, ദൈവദൂതർ സംഘമെല്ലാം നോക്കി നോക്കി നിൽക്കുന്നു, ദൈവദൂതർ സംഘമെല്ലാം നോക്കി നോക്കി നിൽക്കുന്നു. കൃപയുടെ വാതിലേതാ പൂട്ടുവാൻ തുടങ്ങുന്നു, കൃപയുടെ വാതിലേതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. സ്തോത്രം. പട്ടണമിളകുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവ് അവിടെ നടത്തിയത്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകിയെന്ന്. സ്തോത്രം. യേശുക്രിസ്തു ഒരു പട്ടണത്തിലേക്ക് വന്നാൽ, യേശുക്രിസ്തു ഒരു ഭവനത്തിലേക്ക് വന്നാൽ, യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നാൽ, പ്രിയപ്പെട്ടവരെ, അവരുടെ സമൂലമായ രൂപാന്തരം വരും. പട്ടണം മൊത്തം ഇളകും. സ്തോത്രം. ഇവൻ ആരെന്ന് ചോദിക്കും. സ്തോത്രം. അനേകർ ചോദിക്കും, ഇവൻ എങ്ങനെയാണ് ഈ രൂപാന്തരം വന്നത്? ഈ മനുഷ്യൻ എങ്ങനെയാണ് മാറിയത്? ഇവൻ്റെ സ്വഭാവം എങ്ങനെയാണ് മാറിയത്? സ്തോത്രം. സിംഹത്തെ പോലെ അലർന്ന ആള് ഇപ്പോൾ കുഞ്ഞാടിനെ പോലെ ആയി വരികയാണ്. സ്തോത്രം. യേശു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ പട്ടണം ഇളകും, രൂപാന്തരം നടക്കും, അത്ഭുതങ്ങൾ നടക്കും, കുടുംബത്തിൻ്റെ സ്ഥിതി മാറും. ദൈവത്തിൻ്റെ സ്തോത്രം. സമാധാനം വരും. നമ്മൾ കേട്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഐക്യം വരും, സ്നേഹം വരും. എല്ലാം യേശുക്രിസ്തു കടന്നു വരുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇന്ന് ഈ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരണം പ്രിയപ്പെട്ടവരെ. ഇവിടെ നാം ആദ്യം വായിച്ചത് എന്താണ്? ഈ കർത്താവ് 2 ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. എന്നിട്ട് പറയുകയാണ്, കർത്താവിന് ഈ 2 കഴുതക്കുട്ടിയെ അയച്ചുകൊണ്ട് വരുമ്പോൾ അവരെന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറയുവിനെന്ന്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുവാനല്ല പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കുന്നത്. യേശുവിന് ആരെയാണെന്ന് ആവശ്യം? ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ യേശു ആരെയാണ് അന്വേഷിക്കുന്നത്? യേശുവിന് ആരെയാണ് വേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ഈ ലോകപ്രകാരം ഏതെങ്കിലും ഉന്നതമായ സ്ഥാനമാനങ്ങളും പ്രൗഢിയും പണവും
അതുപോലെ ഏതെങ്കിലും ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നവരെയാണോ പ്രിയപ്പെട്ടവരെ കർത്താവിന് ആവശ്യം? ദൈവത്തിന് സ്തോത്രം. യേശുവിന് ആവശ്യം ഈ ലോകത്തിൽ ഒരു വിലയുമില്ലാത്ത, ആരും മാനിക്കാത്ത, ഒരിക്കലും ആരും വില കൽപ്പിക്കാത്ത ചില കഴുതക്കുട്ടികളെ കർത്താവ് തേടി വരികയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതിൻ്റെ 21-ാം അധ്യായം 6-ാമത്തെ വായിക്കുന്നു വെച്ച് 21-ന്റെ 6 വായിച്ച്. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ആവശ്യമുള്ള ഒന്നാമത്തെ ആൾക്കാർ യേശു എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുന്ന ആളുകളെയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞു, നിങ്ങൾ പോയി ഈ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുവി. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. ഇത് കേട്ട ഉടനെ ഈ ശിഷ്യന്മാർ, അത് ഏത് ഭവനത്തിലാണ് ഞങ്ങൾ പോകേണ്ടത്? അവിടെ ആരൊക്കെ ഉണ്ടാകും? ഞങ്ങളവിടെ ചെന്നാൽ ഞങ്ങൾ അഴിച്ചു കൊണ്ടുവരും, അവർ സമ്മതിക്കുമോ? ഇത് എന്തിനൊക്കെയാണെന്ന് അവർ ചോദിക്കുകയില്ലേ? അനേക ചോദ്യങ്ങൾ അവർക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അവരോടൊരു കാര്യം പറഞ്ഞപ്പോൾ യേശുവിൻ്റെ വാക്ക് കേട്ട ഉടനെ അവർ പുറപ്പെട്ടു. കർത്താവ് പറഞ്ഞതുപോലെ അവർ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, കർത്താവ് നമ്മെ നടത്തണമെങ്കിൽ, കർത്താവ് നമ്മെ ഉപയോഗിക്കണമെങ്കിൽ, കർത്താവിന് ആവശ്യമുള്ളവരായി നാം മാറണമെങ്കിൽ, കർത്താവ് നമ്മോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാതെ, അതിനെ ഇനി വേറെ രീതിയിലൊന്നും വ്യാഖ്യാനിക്കാതെ അത് അതുപോലെ അനുസരിപ്പാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ അവിടെ കർത്താവ് പ്രവർത്തിക്കും. നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട്ടിൽ അവിടെ വീഞ്ഞ് തീർന്നുപോയി. സ്തോത്രം. ഉടനെ അവിടെ ഉള്ളവർ, അതിൻ്റെ വീട്ടുടമസ്ഥൻ വിഷമിച്ചു, അതിൻ്റെ നടത്തിപ്പുകാരൻ വിഷമിച്ചു, വലിയ പ്രയാസമായി, വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയി. അപ്പോഴാണ് കർത്താവ് അവിടെ പ്രവർത്തിച്ചത്. എന്താണ് കർത്താവ് പറഞ്ഞത്? ശിഷ്യന്മാരെ വിളിച്ചു. കർത്താവ് എന്തു പറഞ്ഞു? നിങ്ങൾ ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. സ്തോത്രം. ആ ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ അപ്പോൾ ചോദിക്കാമായിരുന്നു, ഈ കൽപ്പാത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞു കൊടുക്കേണ്ട സ്ഥലത്ത് ഈ പച്ചവെള്ളം കൊണ്ടുപോയി കൊടുത്താൽ അവർ ഞങ്ങളോട് എന്ത് ചോദിക്കും? ഞങ്ങളുടെ വില പോവുകയില്ലേ? ഞങ്ങളുടെ മാനം പോവുകയില്ലേ? ഞങ്ങളുടെ സ്ഥിതി എന്താകും? എന്നെല്ലാം വേണമെങ്കിൽ ശിഷ്യന്മാർക്ക് ചോദിക്കാമായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞ വാക്ക് ഒന്നും ചോദ്യം ചെയ്യാതെ അവരനുസരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ അത്ഭുതം നടന്നു. ഏറ്റവും നല്ല വീഞ്ഞ് ആ ഭവനത്തിൽ വിളമ്പുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഇതുപോലെ വചന ശുശ്രൂഷയിൽ വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയമായ ഏതെങ്കിലും കാര്യങ്ങളിൽ നാം ജാഗരൂകരായിട്ടിരിക്കുമ്പോൾ, ആ സമയത്ത് കർത്താവ് നമ്മോട് എന്തെങ്കിലും സംസാരിച്ചാൽ, ചിലപ്പോൾ വചനത്തിൽ കൂടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാക്ഷ്യത്തിൽ കൂടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാട്ടിൽ കൂടിയായിരിക്കാം, എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അനുഭവം നമുക്കുണ്ടായാൽ ഉടനെ നാം അങ്ങ് സമർപ്പിച്ചു കൊടുത്താൽ, അനുസരിച്ചു കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നുകൊണ്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നൊരു മനോഭാവം. കന്യമാതാവിനെ നമുക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്ത് വിനയത്തോടെ എളിമയോടെയാണ് ഈ ലോകത്തിൻ്റെ അപവാദം വരുമെന്നോ, ഈ ലോകത്തിൽ എല്ലാവരും എന്നെ പഴിക്കുമെന്നോ ഒന്നും ചിന്തിക്കാതെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഒരു സമർപ്പണ വാക്ക് കന്യമാതാവ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ലോകപ്രകാരം ചിന്തിച്ചാൽ ഒരിക്കലും പറയാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കന്യമാതാവിന് നല്ല ഒരു വിശ്വാസം വന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ പകൽക്കാലം ഞാൻ എൻ്റെ എളിമയോടെ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു നമ്മൾ വചനത്തിന് മുമ്പാകെ വന്നിരിക്കുമ്പോൾ ഏതെങ്കിലും സമയത്ത് നമ്മോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, നമുക്കറിയാമല്ലോ, നമ്മുടെ ശുശ്രൂഷകളിലെല്ലാം നാം പങ്കെടുക്കുമ്പോൾ സമർപ്പണത്തിൻ്റെ സമയങ്ങളുണ്ട്, സമർപ്പിക്കാൻ പറയുന്ന സമയങ്ങളുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ ഭാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുന്ന സമയങ്ങളുണ്ട്. അതെല്ലാം നാം അതുപോലെ അങ്ങ് അനുസരിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ഹൃദയത്തിലേക്ക് സമാധാനം വരുന്നത് നമ്മൾ അനുഭവിക്കും പ്രിയപ്പെട്ടവരെ. സന്തോഷം വരുന്നത് നമ്മൾ അനുഭവിക്കും പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ ശിഷ്യന്മാർ ഈ കർത്താവ് പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള അനുസരിക്കുന്ന ശിഷ്യന്മാരിൽ നിന്നുകൊണ്ട് കർത്താവ് പട്ടണത്തെ ഇളക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്ത് പോന്നപ്പോഴെല്ലാം, ഈ ദേശത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്തപ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ദൈവത്തിന് സ്തോത്രം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തെക്കൻ നാടുകളിൽ നിന്നെല്ലാം വന്ന് ഇവിടെ ഈ കണ്ണൂർ ഉൾപ്രദേശങ്ങളിലെല്ലാം താമസിക്കുന്ന എത്രയോ മലയാളികളായ ആളുകളുണ്ട്, എത്രയോ ക്രൈസ്തവരായ ആളുകളുണ്ട്. എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെയെല്ലാം പുരാതനമായ പള്ളികളുണ്ട്, പല സഭകളിൽപ്പെട്ട പള്ളികളുണ്ട്. അതിനോടെല്ലാം ചേർന്ന് നിന്ന് അനേക ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെയെല്ലാം ഈ ജീവനുള്ള ക്രിസ്തുവിൻ്റെ ഒരു വചനം കടന്നു ചെന്നിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിലേക്ക് വളരെ ശാന്തമായി എന്ന് ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്ക് ഈ ശിഷ്യന്മാർ അനുസരിച്ചു. ആ കർത്താവ് പറഞ്ഞ അതേ വാക്ക് അവരനുസരിച്ചു. അവർ പുറപ്പെട്ടു ചെന്നു. കെട്ടിയ കഴുതുകയെ അവർ അഴിച്ചു കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരാശയം, പ്രിയപ്പെട്ടവരെ, അനേകം നമ്മുടെ ഈ പട്ടണത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ എത്രയോ സ്ഥലങ്ങൾ,
എത്രയെത്രയോ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ, അവിടെയെല്ലാം അനേകരെ കെട്ടപ്പെട്ട് കിടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എവിടെയൊക്കെയാണ് കെട്ടപ്പെട്ടെടുക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. സഭയോട് കെട്ടപ്പെട്ടെടുക്കുകയാണ്, ചില ചടങ്ങുകളോട് കെട്ടപ്പെട്ടെടുക്കുകയാണ്, ചില പെരുന്നാളുകളോട് കെട്ടപ്പെട്ടെടുക്കുകയാണ്, ചില തീർത്ഥാടന കേന്ദ്രങ്ങളോട് കെട്ടപ്പെട്ടെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചില ആചാരാനുഷ്ഠാനങ്ങളോട് കെട്ടപ്പെട്ടെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം അവർ കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥ തിരിച്ചറിയാതെ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കടന്നു എന്ന് ദൈവത്തിന് സ്തോത്രം ഈ ജീവനുള്ള ദൈവത്തിൻ്റെ ഈ സത്യവചനം ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ ദൈവത്തിന് സ്തോത്രം ഇന്ന് കർത്താവ് ചിലരെ അന്വേഷിക്കുകയാണ് ഈ ദേശത്ത്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ആഗ്രഹത്തോടെ കൊതിയോടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ദൈവസന്നിധിയോട് സമർപ്പണം എടുക്കണം. എൻ്റെ യേശുവിൻ്റെ അത്ഭുതകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ ചിന്തിക്കും, എന്നെക്കൊണ്ട് എന്ത് സാധിക്കും? ഒരു വാക്ക് ഒരു മനുഷ്യന് മുമ്പിൽ പറയാൻ എനിക്ക് ഏപ്പയുണ്ടോ? എനിക്ക് പ്രാപ്തിയുണ്ടോ? എനിക്കൊന്നിനും കഴിവില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം സമ്മതിച്ചാൽ, എനിക്ക് കഴിവില്ല എന്ന് നാം സമ്മതിച്ചാൽ, നമ്മളിൽ നിന്നുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. കഴിവുള്ളവരെ തേടിയല്ല കർത്താവ് വന്നത് പ്രിയപ്പെട്ടവരെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് നാം അഭിമാനിച്ചാൽ കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ നിസ്സാരനാണ്, ഏതുമില്ലാത്തവനാണ് എന്ന് നാം വിനയപ്പെട്ട് എളിമപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളിൽ നിന്നുകൊണ്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അനേക കെട്ടപ്പെട്ട് കിടക്കുന്ന ദൈവാലയങ്ങളിലേക്ക്, അനേകരെ കെട്ടിയിട്ടിരിക്കുന്ന ദൈവാലയങ്ങളിലേക്ക്, ദൈവത്തിന് സ്തോത്രം, ഇടവകളിലേക്ക്, കുടുംബ യൂണിറ്റുകളിലേക്ക്, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്ന് കടന്നു ചെല്ലുവാൻ നമ്മുടെ സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം അതിനുവേണ്ടി ഒന്ന് ചെലവഴിക്കാൻ നമുക്കൊരു മനസ്സ് വന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നുകൊണ്ട് ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ നാളുകളിൽ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതലായി ഉയർന്നു വരുന്ന ചിന്ത, ഇന്ന് നാം ഓരോരുത്തരും അധ്വാനിക്കുന്നുണ്ട്. നാം ജീവിക്കാൻ വേണ്ടി, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി എന്തുമാത്രം നാം അധ്വാനിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. നാം സമ്പാദിക്കുന്നു, നാം ജോലി ചെയ്യുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, അവർ വലുതായി ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു. എല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും മനോഹരമായി നടക്കണം. അതിനുവേണ്ടി നാം എന്തുമാത്രം അധ്വാനിക്കും, കഷ്ടപ്പെടും, എല്ലാം നമ്മൾ ചെയ്യും. എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയായി പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് കർത്താവ് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ മുഴുലോകത്തേക്കാൾ വിലയേറിയ ഒരാത്മാവ് നമ്മുടെ ചുറ്റുപാടുമുണ്ടെങ്കിൽ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാത്ത ഒരാളുണ്ടെങ്കിൽ, ആ വ്യക്തിയിലേക്ക് ഈ കർത്താവിനെ നടത്തുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യുവാൻ സാധിക്കും, എന്ത് ചെയ്യാൻ പറ്റും, അത് നാം ശാന്തമായി ഒന്ന് ശോധന ചെയ്ത് ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ഈ കർത്താവ് നമ്മെ അയക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ശിഷ്യന്മാരെ അയച്ചതുപോലെ നമ്മ ഓരോരുത്തരെയും ഓരോ സ്ഥലങ്ങളിലേക്ക് അയക്കും. കെട്ടപ്പെട്ട് കിടക്കുന്ന ഓരോ വ്യക്തികളുടെ അടുക്കിലേക്ക് കർത്താവ് അയക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ യേശുവിൻ്റെ വാക്ക് ഈ ശിഷ്യന്മാരനുസരിച്ചു. ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ 21:2 വീണ്ടും വായിച്ച്. 21:2 നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതിയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. ദൈവത്തിന് സ്തോത്രം. ഈ പാവപ്പെട്ട കഴുതക്കുട്ടി, ദൈവത്തിന് സ്തോത്രം, ഈ ശിഷ്യന്മാരഴിക്കാൻ വന്നപ്പോൾ അത് വിനയത്തോടെ എളിമയോടെ നോക്കി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ ധ്യാനിച്ചു, ആ കഴുതക്കുട്ടി അതുവരെയും നടന്നതായ വഴി ഏറ്റവും മോശമായ വഴിയാണ്. ദൈവത്തിന് സ്തോത്രം. വിഴുപ്പലക്കലിൻ്റെ വഴിയാണ്. ആരും ഒരിക്കലും ഒരു വില കൊടുക്കാത്ത വഴിയിൽ കൂടിയാണ് സഞ്ചരിച്ചത്. ഇപ്പോൾ ഈ കഴുതക്കുട്ടിയെ അഴിക്കാൻ വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു വിലയുമില്ലാത്ത, ഈ ലോകത്തിൽ ആരും മാനിക്കാത്ത, ഈ ലോകത്തിൽ ആരും ഒരിക്കലും ഒരു പേര് പോലും പറയാൻ അറയ്ക്കുന്നതായ ആ വ്യക്തിയിൽ, ആ ജീവിയിൽ നിന്നുകൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എന്തിനാണ്? കർത്താവിന് വാഹനമേറുവാൻ ഈ കഴുതക്കുട്ടിയാണ് കർത്താവ് എടുത്തത്. ദൈവത്തിന് സ്തോത്രം. ഞാനത് വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്കാണ് തിരിഞ്ഞു നോക്കിയത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിന് മഹത്വം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇടവപ്പള്ളിയോടെല്ലാം ചേർന്ന് ഞാൻ നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ അഴുക്കും അശുദ്ധി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തെറ്റാണെന്ന് ഞാനന്ന് ചിന്തിച്ചില്ല. ഒരു ചെറുപ്പക്കാരൻ പ്രേമിക്കാതിരിക്കുമോ? ഒരു ചെറുപ്പക്കാരൻ പുകവലിക്കാതിരിക്കുമോ? ഒരു ചെറുപ്പക്കാരൻ സിനിമ കാണാതിരിക്കുമോ? ഇതെല്ലാം ഈ ലോകത്തിൽ ആസ്വദിക്കാനും അനുഭവിക്കാനും ഉള്ളതാണെന്ന് കരുതി അതിനെല്ലാം വേണ്ടി പണവും സമയവും എല്ലാം ചെലവഴിച്ച് ഓടി നടന്നതായ കാലങ്ങൾ. കൂട്ടുകെട്ടിലൂടെ രാത്രി 2 മണി വരെ സമയം വരെയും കലങ്കുകളിലും മതിലുകളിലും എല്ലാം കൂട്ടുകൂടി ഇരുന്ന് വെറുതെ നാട്ടുവർത്താനം പറഞ്ഞ് ലോകകാര്യങ്ങളെല്ലാം പറഞ്ഞ് സമയം പാഴാക്കിയ കാലങ്ങൾ. അന്ന് ഞാൻ എൻ്റെ പള്ളിയോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇന്നും ആ പള്ളി മാറിയിട്ടില്ല, സഭ മാറിയിട്ടില്ല. എൻ്റെ ഇടവപ്പള്ളിയോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്ന് ഞാൻ ഇങ്ങനെയെല്ലാം പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇത് തെറ്റാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള രംഗത്ത് ഞാൻ പോയിട്ടുമില്ല.
എന്നാൽ ദൈവം കൃപ ചെയ്ത്, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എൻ്റെ കരുണയുള്ള കർത്താവിന് മഹത്വം. എൻ്റെ ദേശത്ത് നടന്ന ഒരു ചെറിയ പ്രാർത്ഥനാ യോഗം, ഒരു സെൽ മീറ്റിംഗ് ഒരു വീട്ടിൽ. ഞാൻ ആദ്യമായിട്ട് അവിടെ ഇങ്ങനെ യോഗം നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഞാൻ അവിടെ ചെന്നു. സ്തോത്രം. ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ പോയത്. എൻ്റെ ഒരു സ്വന്തം വീട്ടിലായതുകൊണ്ടാണ്, അവർ വിളിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ അവിടെ ചെന്നു. ഏറ്റവും പുറകിൽ ഞാൻ ചെന്നിരുന്നു. ഏകദേശം ഒരു 10-50 ആളുകളുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ പാട്ടുപാടി തുടങ്ങിയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച, വർഷങ്ങൾക്ക് മുമ്പാണല്ലോ, അവർ എഴുന്നേറ്റ് നിന്ന് കുറച്ച് ദൈവമക്കൾ ഇവിടെ പാടിയതുപോലെ ഇങ്ങനെ പാട്ട് പാടുന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ച് പാടാമെന്ന് പറയുന്നു. അപ്പോൾ കൂടി വന്നിരുന്ന എല്ലാവരും കൈയടിക്കുന്നു, മിക്കവാറും പേര്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നത് അബദ്ധമായി പോയി. കാരണം അന്ന് നമ്മുടെ സഭയിൽ അങ്ങനെ കൈയടിച്ചൊന്നും പാട്ട് പാടി ഞാൻ കേട്ടിട്ടില്ല, പള്ളിയിലൊന്നും അങ്ങനെ പാടാറില്ല. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏതോ ഒരു പുതിയ ഗ്രൂപ്പാണ്, പുതിയ പ്രസ്ഥാനമാണ്, വന്നത് അബദ്ധമായി പോയി എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാലും വന്നു പോയല്ലോ, ഇനി എഴുന്നേറ്റ് പോകുന്നതെന്നാണ് വിചാരിച്ച് ഞാൻ അവിടെ ശാന്തമായിട്ടിരുന്നു. പാട്ടെല്ലാം കഴിഞ്ഞു, അവർ പ്രസംഗം തുടങ്ങി. ഒന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ആ പ്രസംഗം അവസാനിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകടമായ പാപങ്ങൾ, പുകവലി, മദ്യപാനം, പ്രേമങ്ങൾ, അതുപോലെ സിനിമാ കമ്പങ്ങൾ, അശുദ്ധ കൂട്ടുകെട്ടുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് പരിശുദ്ധന്മാർ വസിക്കുന്ന സ്വർഗരാജ്യത്തിലെത്താൻ പറ്റുകയില്ല എന്ന് വ്യക്തമായി അദ്ദേഹം പറഞ്ഞു. അത് എൻ്റെ മനസ്സിലേക്കൊന്ന് കയറി. ഞാൻ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്, ആത്മീയ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ഇപ്പോൾ ഉള്ളതായി പാപ സ്വഭാവം വെച്ചുകൊണ്ട് എനിക്കൊരിക്കലും ദൈവരാജ്യത്തിലെത്താൻ പറ്റുകയില്ല എന്ന് വ്യക്തമായ ബോധ്യം കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവർ ഈ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടല്ലോ. തുടർന്ന് ഞാൻ ആ യോഗത്തിൽ വീണ്ടും സംബന്ധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഓരോ പ്രാവശ്യവും യോഗത്തിൽ സംബന്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സ്വഭാവം മാറണം. ഞാൻ എൻ്റെ സിഗരറ്റ് വലിയുടെ എണ്ണം കുറച്ചു, സിനിമ കാണുന്നതിൻ്റെ എണ്ണം കുറച്ചു, പ്രേമ കൂട്ടുകെട്ടുകൾ പരമാവധി ഞാൻ ഒഴിവാക്കി, വൃത്തികെട്ട സിനിമ കാണുന്ന സ്വഭാവങ്ങൾ പൂർണ്ണമായി മാറ്റി. എങ്കിലും ഇതിനോടെല്ലാം ഉള്ളൊരു ആസക്തിയും അതിനോടുള്ള ആഗ്രഹവും എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ മുമ്പിട്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. നാളുകൾ മുമ്പോട്ട് പോയി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുവരുന്ന ഒരാൾ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് യോഗത്തിനൊക്കെ പോകുന്ന പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എത്ര നാൾ ഈ പ്രാർത്ഥനയ്ക്ക് പോയാലും നിൻ്റെ പുകവലി നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവുകയില്ല എന്ന് പറഞ്ഞു. സിനിമാ പ്രാന്തം മാറുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു, ശരിയാണ്, ഞാൻ എത്ര നാൾ പോയാലും ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുകയില്ല. കാരണം എൻ്റെ മനസ്സ് അതുപോലെ ഞാൻ അതിന് അഡിക്റ്റായിരുന്നു. ഞാനന്ന് ആഗ്രഹത്തോടെ വീണ്ടും വചനം കേൾക്കാനായിട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചുരുക്കി പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം എൻ്റെ ഇടവപ്പള്ളിയിൽ ഒരു ശനിയാഴ്ച ദിവസം വൈകിട്ട്, എല്ലാ ശനിയാഴ്ച ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ നിന്ന് യോഗമുണ്ട്. യോഗം കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. എൻ്റെ ഇടവപ്പള്ളിയുടെ മുൻവശത്ത് പടിവാതിക്കൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ മതിലിൽ ഒരു ദൈവദാസനുമായി ഞാനന്ന് സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇപ്പം കുറേ നാളുകളായല്ലോ യോഗത്തിനെല്ലാം പോയി തുടങ്ങിയിട്ട്, സ്വഭാവം എല്ലാം മാറിയോ, എന്തിന് വ്യത്യാസം വന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ യോഗത്തിനെല്ലാം പോയി, പക്ഷേ എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. എന്ന് അറിയാവുന്ന സ്വഭാവം, പ്രകടമായ പാവം പുകവലിയും മദ്യപാനവും എല്ലാമാണ്. എൻ്റെ പോക്കറ്റിൽ അന്നും ഒരു സിഗരറ്റ് കിടക്കുന്നുണ്ട്, വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വലിക്കാനായിട്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പുകവലി ഒന്നും മാറിയിട്ടില്ല. ഞാൻ വചനത്തിനെല്ലാം പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്, ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ആ ഇടിഞ്ഞു പൊളിഞ്ഞ മതിലിനരികിൽ നിൽക്കുകയായിരുന്നു. അവിടെ ഇരുന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇരിക്കുക, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചില വാക്കുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തു അന്ധകാരം നിറഞ്ഞ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ഇരുട്ട് മാറിപ്പോകും. അത് മാറാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക എന്ന്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം അതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ജിമോൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറ് പ്രാർത്ഥിച്ച പോലെ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. എനിക്ക് ആകെ അറിയാവുന്ന പ്രാർത്ഥന കൃപ നിറഞ്ഞ മറിയമേ എന്നും സ്വർഗസ്വനായ പിതാവേ എന്നും മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചോളം പറഞ്ഞു. സ്തോത്രം. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ആ ശനിയാഴ്ച രാത്രി 9 മണി കഴിഞ്ഞ സമയത്ത് എൻ്റെ ഇടവപ്പള്ളിയുടെ പടിവാതിക്കൽ ആ ഇടിഞ്ഞു പൊളിഞ്ഞ മതിലിനരികിൽ ഇരുന്നുകൊണ്ട് ഞാൻ യേശുവാണെന്നോ എങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന്. അതെൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന് ആഗ്രഹത്തോടെ വന്ന പ്രാർത്ഥനയായിരുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം.
ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്വഭാവം മാറിയത് ഞാൻ അത്ഭുതത്തോടെ അറിഞ്ഞു. എൻ്റെ പുകവലി മാറിയത് ഞാൻ അത്ഭുതത്തോടെ അനുഭവിച്ചറിഞ്ഞു. ഞാനൊരു പുതിയ സന്തോഷത്തോടെ സമാധാനത്തോടെ അന്ന് എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ ചെന്നത് ഓർക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ആദ്യ സ്നേഹത്തിൻ്റെ ലഹരിയിൽ ഞാൻ ഓടി നടന്ന കാലങ്ങൾ, എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയ ഈ ദൈവസ്നേഹം, ഈ പാപത്തിൻ്റെ പിടിയിൽപ്പെട്ട് വലയുന്ന അനേകരെ ഒന്ന് വിടുവിച്ചു കൊണ്ടുവരുന്നുള്ള ആഗ്രഹം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അന്ന് ഞങ്ങളുടെ സഭയോട് ചേർന്ന് നിന്ന ചില സുവിശേഷ പ്രസ്ഥാനങ്ങളോടെല്ലാം ചേർന്ന് ഞാൻ അവർ പ്രവർത്തിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ ഞാൻ പോയതല്ല ഞാൻ ഓർക്കുന്നു. വേറെ ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു നിർമ്മലമായ ആഗ്രഹം. എങ്ങനെയെങ്കിലും എൻ്റെ ഈ സ്വഭാവം മാറ്റിത്തന്ന യേശു നിങ്ങൾക്ക് മാറ്റിത്തരുമെന്നൊന്ന് പറയണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ കണ്ണൂർ ദൈവത്തിന് സ്തോത്രം പടന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതുപോലെ കോഴിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട്. കാസർഗോഡ് മൊക്കരൽ പുത്തൂർ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം അനേക ഭവനങ്ങൾ കയറി ഇറങ്ങിയതും ഇടവുകളിൽ പോയി ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞതെല്ലാം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എല്ലാം മുമ്പോട്ട് പോയ സമയത്ത് എൻ്റെ വിവാഹപ്രായമെത്തി, വിവാഹാലോചനകളെല്ലാം വന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം, എങ്ങനെയെങ്കിലും ഒരു ദൈവസ്നേഹമുള്ള ഒരു പെൺകുട്ടിയെ തന്നെ വേണം. എങ്ങനെയെല്ലാം മനസ്സിലിങ്ങനെ ആഗ്രഹമുണ്ട്, എങ്കിലും എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടല്ലോ എന്ന്. അങ്ങനെ മുമ്പോട്ട് പോയ സമയത്ത് ഞാനൊരു വചന ശുശ്രൂഷ കേട്ടു. ആ വചനത്തിൽ അന്ന് പ്രസംഗിച്ചതായ ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ ചെറുപ്പക്കാർ ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒരു കാര്യം പ്രാർത്ഥിക്കണം. നിങ്ങൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു കാര്യം കർത്താവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആൺകുട്ടികളിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. 10 ലക്ഷവും കൂടെ ഒരു ഭൂതവും എനിക്ക് വേണ്ട, എനിക്ക് ദൈവവൈതല്യം മതിയെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചതല്ല, എങ്കിലും ഞാൻ ഒന്നും ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് പറഞ്ഞത് എത്ര നന്നായി എന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു ദൈവവൈതല്യം എനിക്ക് തക്ക തുണിയായിട്ട് തരണമേ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഏകദേശം 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വിവാഹാലോചനയെല്ലാം വന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ ഈ സുവിശേഷ വേലയ്ക്കെല്ലാം പോകുന്ന ഒരാളാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ബിസിനസ്സുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം കൂടുതലായി ഞാൻ ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് പോകാൻ താല്പര്യമുള്ള ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തക്കതായൊരു തുണിയെ കർത്താവ് ഒരുക്കി തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഒരു ജൂലൈ മാസം 22-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. ആ മാസം 31-ാം തീയതി ജൂലൈ 31-ന് ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ കയറി ഓഗസ്റ്റ് 1-ന് ഇവിടെ കാസർഗോഡ് വന്നിറങ്ങിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അനേക സ്ഥലങ്ങൾ കയറി ഇറങ്ങി, പള്ളികളും അതുപോലെ എല്ലാവരോടും യേശുവിനെക്കുറിച്ചെല്ലാം സുവിശേഷം പറഞ്ഞതും അനേക വീടുകളും ഇടവകളിലെ പുരോഹിതന്മാരോടെല്ലാം ചേർന്ന് പ്രവർത്തിച്ചതും എല്ലാം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാളുകളെല്ലാം മുമ്പോട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചെയ്യുന്ന വേലയിൽ എനിക്ക് എൻ്റെ ഒരു സന്തോഷം, എനിക്ക് തന്നെ ഒരു ആനന്ദം. ഞാൻ അനേകരെ ദൈവവഴിയിലേക്ക് നടത്തുവാൻ അധ്വാനിക്കുന്നു, പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ പുകവലി മാറി, മദ്യപാനം മാറി, എല്ലാം തികഞ്ഞവനായി എന്നുള്ളൊരു ബോധ്യത്തോടെ ഞാൻ മുമ്പോട്ട് പോയതായി സമയം. അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ ഈ കാൽവറി പ്രെയർ ഫെലോഷിപ്പിൻ്റെ യുവാക്കന്മാരുടെ മീറ്റിംഗ് തുടങ്ങിയതായ സമയം. ദൈവത്തിന് സ്തോത്രം. ഞാനന്ന് ആ യുവാക്കന്മാരുടെ യോഗത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടൊന്ന് കടന്നു ചെന്നു. ഞാൻ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ അവിടെ ഈ വചനം പറയുന്ന രംഗമാണെന്ന് എനിക്കറിയാം, ദൈവമക്കളെ എനിക്കറിയാം, ഞാൻ പലപ്പോഴും ഒക്കെ അവിടെ പോയിട്ടുണ്ട്. എന്നാൽ ചെന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ബോധ്യം, ഞാൻ ഒരു ആത്മീയനാണ്, അത്യാവശ്യം സുവിശേഷ വേലയെല്ലാം ചെയ്യുന്ന ആളാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നും ഒരു രൂപാന്തരം വരാനൊന്നും ഇല്ല എന്നുള്ളൊരു ബോധ്യത്തോടെയാണ് ഞാൻ അവിടെ ചെന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യമായി അവിടെ ചെന്നപ്പോൾ കേട്ടതായൊരു സാക്ഷ്യം, ദൈവത്തിന് സ്തോത്രം. ആദ്യമായി അവിടെ എഴുന്നേറ്റ് നിന്ന ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, അദ്ദേഹം മാനസാന്തരപ്പെട്ടു, ദൈവത്തിൻ്റെ ഒരു സമർപ്പണം എടുത്തു, മനസ്സറിഞ്ഞൊരു പാവം വരികയില്ലെന്ന് തീരുമാനം എടുത്തു. അങ്ങനെ എല്ലാം തീരുമാനം എടുത്ത് മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹം ഒരിക്കലും ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് കോലഞ്ചേരിക്ക് അദ്ദേഹം വരികയാണ് KSRTC ബസ്സിൽ. അത് അന്ന് ഒരു ഡോർ മാത്രമേ ഉള്ളൂ. അദ്ദേഹം പുറകിൽ കൂടി കയറി ഏകദേശം മധ്യഭാഗത്തേക്ക് പോകാനായിട്ട് നിന്നപ്പോൾ ബസ്സിൽ നല്ല തിരക്കാണ്. ആ മധ്യഭാഗം എത്തിയപ്പോഴേക്കും പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ അവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞു. കൂടുതൽ സ്ത്രീകളാണ്. തുടർന്ന് ഓരോ സ്റ്റോപ്പിൽ നിന്നും സ്ത്രീകളാണ് കൂടുതൽ ആ ബസ്സിൽ കയറുന്നത്. ഇദ്ദേഹം നിന്നതിൻ്റെ ചുറ്റും സ്ത്രീകളുടെ വലയത്തിലാണ് ഇദ്ദേഹം നിന്നത്. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം, എൻ്റെ ചുറ്റും സ്ത്രീകളാണ് വന്ന് നിന്നത്, പക്ഷേ ഞാൻ അവിടെ ഒരു കമ്പിയിൽ പിടിച്ച് നിന്നുകൊണ്ട് യേശുവിൻ്റെ മാറിൽ ചാരി യേശുവിൻ്റെ ക്രൂശ് ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ ബസ്സിൽ യാത്ര ചെയ്ത് ഞാൻ കോലഞ്ചേരി വരെ എത്തിയെന്ന്. ദൈവത്തിന് സ്തോത്രം. ആ ദേവദാസൻ അവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഞാൻ വിവാഹം കഴിച്ച വ്യക്തിയാണ്, ദൈവത്തിന് സ്തോത്രം. എന്നാൽ അദ്ദേഹം പറഞ്ഞതായ ആ സാക്ഷ്യം
എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ തുറന്നു പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നില്ല. ഞാൻ അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർക്ക് വരാവുന്ന ചില തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അല്ലേ, ചിന്തകളുടെ മേലൊക്കെ ജയമുണ്ടോ എന്നെല്ലാമാണ് ഞാൻ ചിന്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്ന് നല്ല ആത്മാവിൻ്റെ സന്തോഷത്തോടെ പോയി ഞാൻ അത് വളരെ നിരാശയോടെ, ഞാൻ ഇന്ന് പോയാൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ല എന്നുള്ള ഒരു നിരാശയോടെ ഞാനന്ന് മടങ്ങിപ്പോന്നു. തുടർന്ന് എനിക്ക് വചനങ്ങൾക്കൊരാഗ്രഹം വന്നു. ഞാൻ നിരന്തരമായി വചനത്തിൽ പോയി. ദൈവത്തിന് സ്തോത്രം. ഓരോ ശുശ്രൂഷ കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലായി, ഞാൻ ഇന്ന് വന്നതായ ഈ ആത്മീയമെന്ന് പറയുന്ന ഒന്നും എന്നെ ദൈവരാജ്യത്തിലെത്തിക്കാൻ മതിയായതല്ല. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടുകളിൽ മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വചനത്തിന് മുമ്പാകെ മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ കേട്ടു, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ കാണണം, ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെ കാണണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ജയമില്ലാത്ത മേഖലകളിൽ കർത്താവേ നീ എനിക്ക് ജയം തരണമേ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, തികഞ്ഞവനായി എന്നോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ജീവനുള്ള കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം ആഗ്രഹത്തോടെ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നൊരു നല്ല ദൈവം നമ്മെ സമാധാനത്തോടെ നടത്തും, പ്രത്യാശയോടെ നടത്തും, രൂപാന്തരം നിന്ന് നടത്തും. ഇന്നും ഓരോ ദിവസവും രൂപാന്തരം നിന്ന് നടത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 3:39 ഓരോരുത്തൻ താൻ്റെ പാവങ്ങളെ ഓർത്ത് നെടുവീർപ്പെടട്ടെ എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ബൈബിൾ ക്ലാസ്സിൽ കേട്ടല്ലോ പ്രിയപ്പെട്ടവരെ. രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായിരുന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ കർത്താവെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് അനുതാപത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ആ അനുതാപത്തിൻ്റെ കണ്ണുനീർ വീഴുമ്പോൾ, ആ ക്രൂസിൽ നിന്ന് ആ തിരക്തം നമ്മുടെ നെറ്റിമേൽ വീഴും നമ്മൾ അനുഭവിക്കും പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഹൃദയം മാറും, നമ്മുടെ സ്വഭാവം മാറും, നമുക്കൊരു പുതിയ സമർപ്പണങ്ങൾ കർത്താവ് തരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതിനെ നാം ഇന്ന് ഈ കഴുതക്കുട്ടിയെപ്പോലെ ഒന്ന് വിനയപ്പെട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവെ, ഞാൻ ഒന്നിനും കൊള്ളാത്തവൾ, ഞാൻ ഒന്നും ആയിട്ടില്ല, ഞാൻ ഇതുവരെയും ഒന്നും ആയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ആ ഒരു സമർപ്പണത്തോടെ നാം ഏൽപ്പിച്ചു കൊടുത്താൽ ഈ ദൈവം നമ്മെ പ്രവർത്തിക്കും. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു ആശയമാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെങ്കിലും ആയി എന്ന് നമുക്ക് തോന്നിയാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, വലിയ ഭാരങ്ങൾ വരുമ്പോൾ, ഇനി എങ്ങനെ ഈ പ്രതിസന്ധി നാം അതിജീവിച്ച് മുമ്പോട്ട് പോകണമെന്നെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല വിഷമങ്ങൾ വരും. എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എൻ്റെ ഈ അവസ്ഥ കേട്ട് ഒരു മറുപടി പറയാൻ എനിക്ക് ആരുമില്ലല്ലോ, പ്രിയപ്പെട്ടവരാരുമില്ലല്ലോ, അനേക ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. എന്നാൽ അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ആശയം, ആരും ഇല്ലെങ്കിലും യേശു എൻ്റെ കൂടെയുണ്ടല്ലോ, ആ യേശുവിനെ വിട്ട് ഞാൻ പോവുകയില്ലല്ലോ. പാട്ടുകാരനതല്ലേ പാടിയത്, നമുക്ക് ചേർന്ന് പാടിയാലോ? എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഇടും, എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും, തീരുമാനം ചെയ്തുമേ പിന്നിലേക്ക് അല്പവും, തീരുമാനം ചെയ്തുമേല് പിന്നിലേക്ക് അല്പവും. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ആവശ്യമുള്ളവരെ തേടി കർത്താവ് വന്നിരിക്കുകയാണ്. അനുസരിക്കുന്ന ശിഷ്യന്മാർക്ക് വേണം, കർത്താവിന് വേണം. ദൈവത്തിന് സ്തോത്രം. കീഴ്പ്പെട്ടു കൊടുക്കുന്ന കഴുതക്കുട്ടികൾ കർത്താവിന് വേണം. ദൈവത്തിന് സ്തോത്രം. സ്തുതിക്കുന്ന ദൈവജനത്തെ കർത്താവിന് വേണം. നമുക്ക് വായിക്കാം. അതിന് 21:9 ഒന്ന് വായിച്ചേ. 21:9. മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രനെ ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പ്രശ്നങ്ങളുടെ നടുവിലും യേശുവിനെ സ്തുതിക്കുന്ന, യേശുവിനെ മഹത്വപ്പെടുത്തുന്ന, കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ജനത്തെ കർത്താവിന് വേണം. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനകാരൻ അതല്ലേ പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. 34 സങ്കീർത്തനം 1-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എനിക്ക് സന്തോഷം വന്നാലും, എനിക്ക് സങ്കടം വന്നാലും, എനിക്ക് രോഗം വന്നാലും, എനിക്ക് കടം വന്നാലും, എനിക്ക് പ്രതിസന്ധി വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാർ അതല്ലേ ചെയ്ത് പ്രിയപ്പെട്ടവരെ? എന്തെല്ലാം എതിർപ്പുകൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു, പ്രതിസന്ധികൾ വന്നു, അവിടെയൊന്നും തളർന്നു പോയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ആത്മാവിൻ്റെ എരിവ് ഹൃദയത്തിൽ അതങ്ങ് തിളച്ച് മറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഒന്നും സാരമില്ല എന്നുണ്ടും. ദൈവത്തിന് സ്തോത്രം. അന്ന് ആ കരാഗ്രഹത്തിൽ വെച്ച് ഈ അപ്പോസ്തലന്മാർ
അപ്പോസ്തലൻ എന്തുമാത്രം വേദനയുടെ നടുവിൽ ഇരുന്നുകൊണ്ടാണ് ദൈവത്തെ സ്തുതിച്ചത്. ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജനമായി കർത്താവ് നമ്മെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സ്തുതിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഭാരങ്ങൾ മാറിപ്പോകും. നമ്മൾ ഒരു ദിവസം ബൈബിൾ ക്ലാസ് കേട്ടല്ലോ, ഈ ജനത്തിന് അകൃത്യം വരാതിരിക്കാൻ ദൈവം അകൃത്യം ഉള്ളതുകൊണ്ട് അവരെ ശിക്ഷിക്കും, പാപമുള്ളതുകൊണ്ട് ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്തുതിക്കുന്ന ഒരു ജനമുള്ളതുകൊണ്ട് ദൈവത്തിന് അത് അവരോട് കരുണ തോന്നുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന് എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറുമ്പോൾ ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, കൃപ ചെയ്യും. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിൽ മനസ്സും എടുക്കാതെ, തളർന്നു പോകാതെ, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിച്ചാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ദൈവത്തിൻ്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എൻ്റെ വചനത്തിനോ മാറ്റമില്ല എന്നല്ല ചെയ്ത ജീവനുള്ള ദൈവം നമ്മെ നടത്തും. സ്തുതിക്കുന്ന ജനമായി നാം ഓരോരുത്തരും മാറണം. വീണ്ടും അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യത്തിലേക്ക് വരട്ടെ. 21:12-13 വായിച്ചേ. 21:12-13. യേശു ദൈവാലയത്തിൽ ചെന്നു. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ യാത്ര അവസാനിച്ചത്, യേശുക്രിസ്തുവിൻ്റെ യാത്ര അവസാനിച്ചത് യെരുശലേം ദൈവാലയത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. യെരുശലേം ദൈവാലയത്തിൻ്റെ അകത്തേക്ക് ചെന്നപ്പോഴാണ് കർത്താവ് ഒരു കാഴ്ച കണ്ടത്. പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ആ ആലയം ഇന്ന് കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏതാണ് പ്രിയപ്പെട്ടവരെ ആലയം? 1 കൊരിന്ത്യർ 3:16 വായിച്ചേ. 1 കൊരിന്ത്യർ 3:16. ഏതാണ് ഈ ആലയം? ദൈവം വസിക്കുന്ന ആലയം ഏതാണ്? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വായിച്ചോ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മന്ദിരം നാം ഓരോരുത്തരുമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഈ ഹൃദയത്തിലാണ് ദൈവം വസിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് കർത്താവിന് വസിക്കാൻ കൊള്ളരുതാത്ത വിധത്തിൽ ഇന്ന് ആ ദൈവാലയം, അന്ന് യെരുശലേം ദൈവാലയം കള്ളന്മാരുടെ ഗുഹയായി തീർന്ന പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ഇന്ന് പിശാച് കൈവശം വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ് പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ശാന്തമായി ചിന്തിക്കണം. കോപത്തിൻ്റെ ബന്ധനങ്ങൾ, ദൈവത്തിന് സ്തോത്രം. അശുദ്ധിയുടെ ബന്ധനങ്ങൾ, എങ്ങനെയെല്ലാമാണ് പിശാച് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നത്. ഈ തലമുറയിൽ ഇന്ന് പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് സ്തോത്രം. ഞാനും വേദനയോടെ പറയുകയാണ്. ഞാനും അതിൽ നിന്ന് പൂർണ്ണമായി മോചനമായിട്ട് പറയുകയില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുള്ളതുകൊണ്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പിശാച് ഈ തലമുറയിൽ, ഈ ന്യൂ ജനറേഷനിൽ, ഈ ജെൻസി കാലഘട്ടത്തിൽ ഇന്ന് അനേകരെ ബന്ധിച്ചിട്ടിരിക്കുന്നത് മൊബൈൽ ഫോണിൽ കൂടിയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു 5 മിനിറ്റ് അവന് ആ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമുള്ളവരും. ഇന്ന് ഏകദേശം ഒരു 60 വയസ്സ് കഴിഞ്ഞതായ അല്ലെങ്കിൽ 70 വയസ്സിന് മുകളിലുള്ളതായ പുരുഷന്മാരും സ്ത്രീകളും മക്കളെല്ലാം വിദേശത്തായിരിക്കും. അവർക്ക് ഇടയ്ക്കൊന്ന് വീഡിയോ കോൾ ചെയ്യുവാനും സംസാരിക്കുവാനും എല്ലാം വേണ്ടിയിട്ട് മക്കൾ വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തതായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അവരും ഇതിനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാതെ ഈ യൂട്യൂബുകളും ഇൻസ്റ്റയിലും അതുപോലെ റീൽസും എല്ലാം കണ്ട് സമയം പോക്കുകയാണ്. വേറെ ഒരു പണിയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ അടുത്തിടെ വായിച്ചു, നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ കോട്ടയം, അതുപോലെ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഈ BBC-യുടെ ഒരു ടീം വന്നൊരു സ്റ്റഡി നടത്തി. സ്റ്റഡി നടത്തിയപ്പോൾ അവർ മനസ്സിലാക്കി, അവർ പറഞ്ഞ ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നാണല്ലോ ഇന്ത്യ. ഈ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രേതഭവനങ്ങളുള്ള ഒരു നഗരമായിട്ട് ഈ കേരളത്തെ അവർ കാണുകയാണ്. കാരണം അവർ സ്റ്റഡി നടത്തിയപ്പോൾ അവരുടെ സ്റ്റുഡൻസ് എല്ലാം പോയി നോക്കിയപ്പോൾ അനേക ഭവനങ്ങൾ ഒന്നുകിൽ പ്രായമായ മാതാപിതാക്കന്മാർ മാത്രം, അല്ലെങ്കിൽ ആരുമില്ലാതെ പൊട്ടിക്കിടക്കുകയാണ്. പ്രേത ഭവനങ്ങളായി മാറിയിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. കാരണം ഒരു കാലത്ത് പ്രാർത്ഥനയുടെയും സന്ധിക്കെല്ലാം അതിൽ പോകുമ്പോൾ പ്രാർത്ഥനയുടെയും സ്തുതിയുടെയും എല്ലാം ആരവം ഉയർന്നിരുന്ന ഭവനങ്ങളിൽ അതൊന്നും കേൾക്കാനില്ല. ഭവനങ്ങൾ ഒരു പ്രേത നഗരമായി മാറിയിരിക്കുകയാണ്. കാരണം ആരുമില്ല, എല്ലാവരും വിദേശത്താണ്. പലരും ജോലി കാര്യങ്ങളിൽ പോയി, പഠിക്കാൻ പോയി. പ്രിയപ്പെട്ടവർ, വീടുകളിൽ ആളില്ല. കുറ്റം പറയുകയല്ല പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങളുടെ എല്ലാവർക്കും അങ്ങനെ വരും.
പക്ഷേ എന്നാൽ ഉള്ളവർ ഈ സമയങ്ങളിൽ ആത്മീയമായി പുറമേ പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ഇടിയിൽ നിന്ന് കരയുകയും ചെയ്യേണ്ട ഈ മാതാപിതാക്കന്മാർ മൊബൈൽ നോക്കി സമയം കളയുകയാണ്. വേറെ ഒന്നിൻ്റെ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും വായിച്ചു, നിങ്ങൾ കേട്ട് കാണും. ഒരു തെക്കൻ പ്രദേശത്ത് തന്നെയാണ് ഒരു ഭവനം, 3 മക്കളുണ്ട്. ഒരാൾ അമേരിക്കയിൽ, ഒരാൾ കാനഡയിൽ, ഒരാൾ അയർലൻഡിൽ. 3 പേരും 3 സ്ഥലത്ത് നല്ല ജോലി, കുടുംബമായിട്ടെല്ലാം താമസിക്കുന്നു. ഈ മാതാപിതാക്കന്മാർക്ക് അവരുടെ അടുക്കലേക്ക് ആരെങ്കിലും അടുക്കൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് അവർ ആ മക്കളോട് പറയുന്നുമുണ്ട്. പെട്ടെന്നാണ് ഈ പിതാവ് മരിച്ചുപോയി. നാട്ടിൽ വെച്ച് പിതാവ് മരിച്ചു പോയപ്പോൾ വേഗം അടുത്തുള്ള സ്വന്തക്കാർ ബന്ധുക്കാരെല്ലാം ആ മക്കളെ 3 പേരെയും വിളിച്ച് അറിയിച്ചു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രമീകരിക്കണമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു, നിക്ക്, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. അവർ കൂടി ആലോചിച്ചു. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ട് വരുവാനായിട്ട് സൗകര്യപ്പെടുകയില്ല, അതിനുള്ള സാഹചര്യമില്ല. 3 പേരും 3 സ്ഥലത്താണ്, ജോലിയുണ്ട്, കുഞ്ഞുങ്ങളുടെ പഠിത്തമുണ്ട്, പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതുകൊണ്ടൊരു കാര്യം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഒരു മോൻ്റെ അടുക്കിലേക്ക് ഈ ഡെഡ് ബോഡി കൊണ്ടുവരിക. UK ഡെഡ് ബോഡി കൊണ്ടുവരുവാനുള്ള അതിനൊരു ഏജൻസി ഏൽപ്പിച്ചു. ഞാനത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ സാധാരണ ഇവിടെ വിദേശത്ത് വെച്ച് ആരെങ്കിലും മരിച്ചാൽ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണല്ലോ പതിവ്. ഇത് ഇവിടെ മരിച്ചയാളെ വിദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിന് പ്രത്യേക ഏജൻസി ഉണ്ട്, അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളെല്ലാം ചെയ്ത് അതിൻ്റെ പേപ്പർ വർക്ക് എല്ലാവരും ചെയ്യും. അവരെല്ലാം പാക്ക് ചെയ്ത് ഈ ബോഡി എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്ത് ആംബുലൻസിലേക്ക് കയറ്റിയപ്പോൾ അവിടെ കൂടി നിന്ന് നാട്ടുകാർ പറഞ്ഞു, ഈ ചേട്ടന് വലിയ ആഗ്രഹമായിരുന്നു മക്കളുടെ അടുത്തേക്ക് പോകാനായിട്ട്, ഇപ്പോഴെങ്കിലും സാധിച്ചല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാനത് വായിച്ചപ്പോൾ ഓർത്തത്, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ പുതിയ തലമുറയ്ക്ക് ഇതിനൊന്നും സമയമില്ല. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വളർന്നു വരുന്ന ഈ ന്യൂ ജനറേഷൻ ദൈവഭയമില്ലാതെ വരരുത്. ദൈവത്തിന് സ്തോത്രം. അവർ ദൈവത്തിന് വചനം കേട്ട് വളരണം. അതിനുള്ള അവസരങ്ങളെല്ലാം നമ്മുടെ കൂട്ടായ്മയിലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഈ വിദേശ രാജ്യങ്ങളിലെല്ലാം ഉള്ള ഈ കൺവെൻഷനുകളെല്ലാം വരുമ്പോൾ കൊച്ചുകുട്ടികളുടെ ഗായക സംഘം പാടുന്നു, ടീനേജ് ഗായക സംഘം പാടുന്നു, മുതിർന്നവർ പാടുന്നു. എല്ലാവർക്കും അവസരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആരെങ്കിലുമൊക്കെ വിദേശത്തുണ്ടെങ്കിൽ അവരെല്ലാം നമ്മൾ വചനത്തോട് ചേർത്ത് വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ഒരു വചനത്തോടൊരു ബന്ധവും സ്നേഹവും വന്നാൽ അത് നമ്മുടെയും ജീവിതത്തിൽ പ്രയോജനമായിട്ട് തീരും. നമുക്കും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് അതെല്ലാം മുഖാന്തരമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇല്ലെങ്കിൽ അവസാനം ആരും വിലയില്ലാത്തവരായി നാം മാറിപ്പോകും പ്രിയപ്പെട്ടവരെ. ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. അതിനെന്താണ് തടസ്സം? ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന മാലിന്യങ്ങളാണ്, നമ്മുടെ ഹൃദയത്തിലുള്ള അഴുക്കാണ്, ഹൃദയത്തിലുള്ള അശുദ്ധിയാണ്. ദൈവത്തിന് സ്തോത്രം. അത് മാറിക്കിട്ടണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ അന്ന് ആ യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന ഈ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ഈ ഹോളിലേക്ക് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ നല്ല ആഗ്രഹത്തോടെയാണ് പറയുന്നത്. കാരണം യേശു ക്രിസ്തു വന്നത് നമ്മെ ശുദ്ധീകരിക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. വേറെ ഒന്നും നമുക്ക് ലക്ഷ്യമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. വേറൊരു ലാക്കില്ല, വേറൊരു ആഗ്രഹമില്ല. എൻ്റെ കർത്താവ് വേദനിക്കുന്ന, എൻ്റെ ഹൃദയത്തിൽ ഇന്ന് ദൈവരാജ്യത്തിൽ എന്നെ എത്തിക്കാൻ തടസ്സമായി പിശാച് കൊണ്ടുവന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും നാം ഒന്ന് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം അനുതാപം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറയുമ്പോൾ ഈ കർത്താവ് നമ്മോട് ക്ഷമിക്കും. 1 യോഹന്നാൻ 1:9 വായിച്ചേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകരും, കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയും. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാൻ 1:9 വായിച്ചേ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പന്തക്കോണം വിശ്വസ്തനും നീതിമാനുമാകും. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പന്തക്കോണം വിശ്വസ്തനും നീതിമാനുമാണ്. കർത്താവ് വിശ്വസ്തനാണ്, കർത്താവ് നീതിമാനാണ്. നാം ഒന്ന് അനുദപിച്ച് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞാൽ മതി. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, നമ്മളാരും നല്ലവരോ തികഞ്ഞവരോ അല്ല. നമ്മുടെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നാം ഒന്ന് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. നമുക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ കിട്ടാൻ പോകുന്നത്? ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കരുണ ലഭിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയുകയാണ്. ആ കൃപ നാം അനുഭവിച്ചാൽ നമ്മുടെ തലമുറകളിലേക്ക് ഇത് പകരും പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. അടുത്ത തലമുറകളിലേക്ക് ഈ കൃപ പകരും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കൊടുക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? കുറേ പണം സമ്പാദിച്ചുകൊണ്ടോ, കുറേ ബാങ്ക് ബാലൻസ് ഇട്ടതുകൊണ്ടോ എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ പ്രിയപ്പെട്ടവരെ? അതെല്ലാം ഇവിടെ കൊണ്ട് തീരും. എന്നാൽ നിത്യതയിലേക്ക് നിലനിൽക്കുന്ന
സമ്പത്ത് അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ, നമ്മുടെ മാതാപിതാക്കന്മാർക്ക് കൊടുക്കുവാൻ, നമ്മുടെ ഭർത്താവിന് കൊടുക്കുവാൻ, നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കുവാൻ, നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുവാൻ, നമ്മുടെ ഇടവകയിലുള്ള മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, നമ്മുടെ കുടുംബ യൂണിറ്റിലുള്ളവർക്ക് കൊടുക്കുവാൻ, നമ്മൾ ഇടപഴകുന്ന പെരുമാറുന്ന നമ്മുടെ പരിചയക്കാർക്ക് കൊടുക്കുവാൻ നമുക്ക് ആകെയുള്ള സമ്പത്ത് ഈ യേശുക്രിസ്തു മാത്രമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അത് കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് സ്തോത്രം. കെട്ടപ്പെട്ട് കിടക്കുന്ന അനേക സ്ഥലങ്ങളിലേക്ക് കടന്നു എന്ന് ഈ യേശുക്രിസ്തുവിനെ കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആ അനുഭവത്തിലേക്ക് നമ്മെ നടത്തുവാൻ, ആ സമർപ്പണത്തിലേക്ക് നമ്മെ നടത്തുവാൻ ഈ ജീവനുള്ള കർത്താവ് നമ്മെ ഓരോരുത്തരെയും ആഗ്രഹിക്കുകയാണ്. ഈ കണ്ണൂർ പട്ടണത്തിൻ്റെ നടുവിൽ ഇന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്ന് നമുക്ക് ഈ വചനം തരുന്ന പ്രിയപ്പെട്ടവർ വേറെ ഒന്നിനുമല്ല, യേശുവിനെ നമുക്ക് തന്ന് ഈ നമുക്ക് കിട്ടിയ യേശുവിനെ അനേകർക്ക് കൊടുക്കുവാൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ചിന്തിക്കും, എന്നെ കൊണ്ട് ഈ എന്ത് സാധിക്കും? ഒരിക്കലും ഞാനിതെല്ലാം അനുഭവിച്ചതാണ്. ഈ അൽബിയ വഴിയിലേക്കെല്ലാം ഞാൻ വന്നതാണ്, വീര്യത്തോടെ നിന്നതാണ്, നല്ല തേജസ്സോടെ നിന്നതാണ്. എന്നാൽ ഇന്ന് അതെല്ലാം കെട്ടുപോയി, അതെല്ലാം തണുത്തുപോയി. ഇനി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ, തളർന്നു പോകേണ്ട പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മെ വീണ്ടും തട്ടി ഉണർത്തുന്ന ഒരു ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നാം വന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മീകാ പ്രവാചന പുസ്തകം നമുക്ക് വീണ്ടും വായിച്ചു കേൾക്കാം. മീകാ പ്രവാചന പുസ്തകം 7-8 വാക്യം ദൈവത്തിന് സ്തോത്രം അവിടെ പറയുന്നുണ്ട്, വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. പിശാച് നോക്കി ചിരിക്കുകയാണ്. ഒരാൾ വീണ് കിടക്കുമ്പോൾ, ഒരാൾ പാപത്തിൽ വീണ് കിടക്കുമ്പോൾ, ഒരാൾ അശുദ്ധിയിൽ വീണ് കിടക്കുമ്പോൾ പിശാച് ആ വ്യക്തിയെ നോക്കി ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വീണയാൾ പറയും, ഞാൻ വീണു, എന്നാൽ എൻ്റെ കർത്താവ് എന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കും. ഞാൻ പാപം ചെയ്തു പോയി, അതിലെനിക്ക് അനുതാപമുണ്ട്, എന്നാൽ ഞാൻ എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. വായിച്ചത്, എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വീണുപോയവരാരെങ്കിലും ഉണ്ടോ? വീഴ്ച സംഭവിച്ചവരാരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് എഴുന്നേൽക്കാൻ താല്പര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അന്ന് പത്രോസും യോഹന്നാനും കൂടി ആ ദൈവാലയത്തിലേക്ക് ചെല്ലുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മുടന്തനായ ആ മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ, അവനെ ലോകത്തിൽ ലാഭത്തിന് വേണ്ടി ആളുകൾ ആ ദൈവാലയത്തിൻ്റെ ഗോപുരവാതിക്കൽ കൊണ്ട് ഇരുത്തുമായിരുന്നു, സുന്ദരം എന്ന ഗോപുരവാലയത്തിൽ. ദൈവത്തിന് സ്തോത്രം. ഈ പത്രോസും യോഹന്നാനും വന്നപ്പോൾ ആ മനുഷ്യൻ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി അവരെ നോക്കി. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യനെ കണ്ടപ്പോൾ പത്രോസിൻ്റെ ഉള്ളിൽ വലിയൊരു വിശ്വാസം വന്നു. ഇന്ന് ഇവൻ എഴുന്നേൽക്കാൻ പോവുകയാണ്, ഇന്ന് ഇവൻ വീണ് കിടക്കുന്നവൻ എഴുന്നേൽക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് അവനോട് പറഞ്ഞു, എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി നോക്കി അവനോട് പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കായി എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര നാൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്നാലും ദൈവത്തിന് സ്തോത്രം, വേറെ ഒന്നും തരാനില്ല പ്രിയപ്പെട്ടവരെ. വെള്ളി തരാനില്ല, പൊന്ന് തരാനില്ല, എന്നാൽ ഒന്ന് തരാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അനുഭവമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ യാത്ര ചെയ്ത് എത്രയോ യോഗങ്ങളിൽ നമ്മളവിടെ പോയി. ദൈവത്തിന് സ്തോത്രം. ദീർഘദൂരം യാത്ര ചെയ്ത് എത്രയോ കൺവെൻഷനുകളിൽ നമ്മൾ പോയി. നമ്മൾ അനേകരെ പരിഹസിച്ചില്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പോകുന്നത്, എന്തിനാണ് ഇങ്ങനെ പണം ചെലവഴിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ സ്ഥാപനം അടച്ചിട്ടുകൊണ്ട് പോകുന്നത്, എന്തിനാണ് ഇങ്ങനെ ലീവ് എടുത്തുകൊണ്ട് പോകുന്നത്, അനേകരെ പരിഹസിച്ചില്ലേ പ്രിയപ്പെട്ടവരെ. എന്നാൽ കിട്ടിയത് എന്താണ് പ്രിയപ്പെട്ടവരെ? അവിടെ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എന്തെങ്കിലും പൊന്നാണോ കിട്ടിയത്? എന്തെങ്കിലും വെള്ളിയാണോ കിട്ടിയത്? ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും ആണോ പ്രിയപ്പെട്ടവരെ? ഒന്നുമല്ലല്ലോ. യേശുക്രിസ്തുവിനെയാണ് നമുക്ക് കിട്ടിയത്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെയാണ് നമുക്ക് തന്നത്. ഇന്നും ഈ യേശുവിനെ തരുവാനാണ് കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ നമുക്ക് ദൈവസന്നിധിയിൽ കുരിക്കാം. എൻ്റെ കർത്താവിന് നന്ദിയോട് സ്തോത്രം. യേശുവിനോട് നമുക്ക് പറയാം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിനക്ക് ആവശ്യമുള്ളവരെ തേടി ഇന്ന് നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എൻ്റെ കർത്താവിന് നന്ദിയോട് സ്തോത്രം. അനുസരിക്കുന്നവരെ തേടി നീ വന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും അനുസരണം ഉണ്ടായില്ല. ഞങ്ങൾ ചോദ്യങ്ങളുമായി നിന്നവരാണ് കർത്താവേ. ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ? ഇപ്പോഴെന്തിനാണ്
ഇപ്പോഴെന്തിനാണ് അവിടെ പോകാൻ പറയുന്നത്? ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്? അനേക ചോദ്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു കർത്താവേ. ഇന്ന് അതെല്ലാം ഞങ്ങൾ മാറ്റിവെക്കുകയാണ് കർത്താവേ. ഞങ്ങൾ യേശുവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വിനയപ്പെടുകയാണ് കർത്താവേ. ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം, ഞങ്ങൾ ചേർന്ന് നിന്നുകൊള്ളാം, ഞങ്ങൾ വിശ്വാസത്തോടെ നിന്നുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല ദൈവത്തിന് സ്തോത്രം, ആ കെട്ടപ്പെട്ട കഴുതിയെ പോലെ കർത്താവേ, ഞങ്ങൾ കർത്താവേ ലോകത്തിൽ ഒരു വിലയില്ലാത്തവരാണെങ്കിലും യേശു ഞങ്ങളെ വിലയേറിയവനായി കാണുമെന്നുള്ള വിശ്വാസത്തോടെ എളിമയോടെ ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ് കർത്താവേ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം കർത്താവിന്, നന്ദിയോടെ സ്തോത്രം. അല്ല കർത്താവേ, യേശുവിനെ സ്തുതിക്കുന്ന മക്കളായി ഞങ്ങൾ നിന്നുകൊള്ളാം. എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും, എതിർപ്പുകൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, രോഗങ്ങൾ വന്നാലും, കഷ്ടതകൾ വന്നാലും, ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ വന്നാലും ഞങ്ങൾ ഒരിക്കലും പരിഭവിക്കാതെ എൻ്റെ കർത്താവ് എല്ലാം നന്മയ്ക്കായി തീർക്കുന്നവനാണെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിച്ചു കൊള്ളാം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. സ്തുതികളിന്മേൽ ഇറങ്ങി വരുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്തുതി പകർന്നു തരികയാണ് പ്രിയപ്പെട്ടവരെ. ആത്മാവിൻ്റെ സ്തുതി നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തരികയാണ്. നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. മാത്രമല്ല ആ ദൈവാലയത്തെ ശുദ്ധീകരിച്ചതുപോലെ ഇന്ന് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് നടത്തുവാൻ നമ്മുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ യേശുവിൻ്റെ ക്രൂസിൻ്റെ ചൂട്ടിലാണ് നാം വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 3:25 വാക്യത്തിലും വായിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ആ ക്രൂശ് നാട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വിശ്വാസത്തിൻ്റെ കണ്ണുയർത്തി ആ ക്രൂശിലേക്കൊന്ന് നോക്കാമോ? എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ പെടഞ്ഞു വരിച്ച ആ യേശുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാമോ? ആ ക്രൂശിൽ നിന്നൊഴുകുന്ന ആ തങ്കച്ചോര എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവ് ഒഴുക്കിയതെന്ന് ഒന്ന് വിശ്വാസത്തോടെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കർത്താവേ, ആ ഒരു തുള്ളി രക്തം ഇപ്പോൾ എൻ്റെ ശിരസിൽ ഒന്ന് വീഴിക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ പ്രിയപ്പെട്ടവരെ? ഹാലലുയ്യ, ഹാലലുയ്യ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഹാലലുയ്യ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കയറിയത് എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണ്. അത് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായി ഞങ്ങളുടെ കർത്താവേ, ജീവനുള്ള യേശു അപ്പ, ഇന്ന് ഞങ്ങളോട് അവിടുന്ന് ഇടപെട്ടതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടുന്ന് കടന്നു വന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ആലോചന പറഞ്ഞു തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്നൊരു സമർപ്പണം എടുക്കുകയാണ് കർത്താവേ. എൻ്റെ യേശു അപ്പ, ഞങ്ങളുടെ കെട്ടഴിച്ച് എന്ന കർത്താവ്, ഞങ്ങളുടെ ബന്ധനം അഴിച്ച് എന്ന കർത്താവ്, ഞങ്ങളുടെ പാപം മോഹിച്ച് എന്ന കർത്താവ്, ഞങ്ങളുടെ അശുദ്ധി മാറ്റി തന്ന കർത്താവ്, ഞങ്ങളുടെ കോപം മാറ്റി തന്ന കർത്താവ്, ഞങ്ങളുടെ വാശി മാറ്റി തന്ന കർത്താവ്, ആ കർത്താവിനെ ഞങ്ങൾക്ക് അനേകർക്ക് കൊടുക്കണം കർത്താവേ. അനേകർ കെട്ടപ്പെട്ട് കിടക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ദേശത്തുണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രിയ ഭവനങ്ങളിലുണ്ട് കർത്താവേ, ഞങ്ങളുടെ ഇടവകളിലുണ്ട് കർത്താവേ, ഞങ്ങൾക്ക് പരിചയത്തിലുള്ളവരുണ്ട് കർത്താവേ. അവരെല്ലാം കടന്നു എന്ന് ഈ യേശുവിൻ്റെ വചനം അറിയിക്കുവാൻ, യേശുവിൻ്റെ സന്നിധിയിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ കർത്താവേ ഞങ്ങൾ ഇന്ന് തീരുമാനമെടുക്കുകയാണ് കർത്താവേ. അതിനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറക്കണമേ, വാതിലുകൾ തുറക്കണമേ, സുവിശേഷത്തിൻ്റെ വാതിലുകൾ തുറക്കണമേ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവിൻ്റെ അണിപ്പാടുള്ള കരം ഞങ്ങളുടെ ഓരോരുത്തരുമേലും വെക്കണമേ ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു അപ്പ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും അവിടുന്ന് കാണണമേ കർത്താവേ. അപ്പ, ആർത്തിയോടെ വന്നവരുണ്ടല്ലോ കർത്താവേ, രോഗത്തോടെ വന്നവരുണ്ടല്ലോ കർത്താവേ, ആകുല ചിന്തയോടെ വന്നവരുണ്ടല്ലോ കർത്താവേ. നാളെയെക്കുറിച്ച് ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും, ഞാൻ ഈ കാര്യം എങ്ങനെ ഒന്ന് മാനേജ് ചെയ്യുമെന്ന് ഓർത്ത് പ്രതിസന്ധിയിലകപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. ആശ്വാസം പകരണമേ, സമാധാനം പകരണമേ, നീക്കുപോക്ക് കൊടുക്കണമേ, വഴികൾ തുറന്നു കൊടുക്കണമേ. യേശുവിൻ്റെ കൃപയിൽ പൊതിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്ക് സ്തോത്രം. ഈ ദേശത്തെ പ്രിയപ്പെട്ട ദൈവമക്കൾക്കായി സ്തോത്രം. ഇതിനുവേണ്ടി അധ്വാനിച്ച മക്കൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് എന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ജീവന്റെ വചനം തരുന്ന ദൈവമക്കൾ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവെ, അന്ത്യത്തോളം നിലനിർത്തണമേ. ഇനി ഞങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. തന്ന സകല നന്മകൾക്കും കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം. സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.